ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ ബാക്കി വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് മാവ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. കയ്യിലൊന്നും അധികമായിട്ട് പറ്റി പിടിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇതിൽ വീണ്ടും കാണിക്കുന്നത് കേട്ടോ, ഈ ഒരു ഫില്ലിങ്ങിൻ്റെ റെസിപ്പി. ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് കനത്തിൽ ഒരുപാട് കനം കുറച്ച് എടുക്കരുത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സവാള ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം, ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളയുന്നത്. അപ്പോൾ ചൂട് ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് തൊലി മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി എടുക്കുകയും ചെയ്യാം. കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്കത് തൊലി നീക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1-2 ദിവസത്തിന് മുമ്പിട്ട വീഡിയോയിൽ ഈ ഒരു ഫില്ലിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ. അത് കട്ട് ചെയ്ത് വേവിച്ചിട്ടുള്ളതാണ്. ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അത് സ്മാഷർ ഇട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കിണ്ണം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ അടിഭാഗം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. അധികം കട്ടയൊന്നും പാടില്ല. എങ്കിൽ ഫില്ലിങ് നമ്മൾ വെച്ചതിന് ശേഷം അത് തയ്യാറാക്കുമ്പോൾ അത് പുറത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇത് റെഡിമെയ്ഡ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി, അത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, കുരുമുളക് പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. എരിവിനും അതുപോലെ ഇതൊരു ടേസ്റ്റിനും ഒക്കെ കുരുമുളക് പൊടിയാണ് നല്ലത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. അതൊരു അല്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. അതൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ്. തക്കാളിയൊന്നും ചേർക്കരുത്. നാരങ്ങാനീരല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഈ ടൊമാറ്റോ സോസ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില അല്പം ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മല്ലിയില ചേർക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് കേട്ടോ. കറിവേപ്പില ഇതുപോലെ മുറിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. നമ്മുടെ മസാലയൊക്കെ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവറും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റുന്ന ആ ഒരു ടൈമിലാണ് നാരങ്ങ നീരൊക്കെ ചേർക്കേണ്ടത്. എങ്കിലേ ആ ഒരു മസാലയിൽ നന്നായിട്ട് അതിൻ്റെ ഒരു പുളിപ്പരസം പിടിക്കുകയുള്ളൂ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് മസാല തയ്യാറാക്കിയതിന് ശേഷം ഗോതമ്പ് പൊടി കുഴച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ മാവ് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ബോളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബോൾ ഷേപ്പിൽ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതേ വലിപ്പത്തിൽ എടുക്കരുത്, കുറച്ചുകൂടെ ചെറുതായിട്ട്. അതുപോലെ പൂരിയുടെ അളവിലും എടുക്കരുത്, അതിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ഇടയ്ക്കുള്ള ആ ഒരു അളവിൽ വേണം ഇത് എടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒക്കെ ചെറുതായി പോയി കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായിരിക്കും, അതിൻ്റെ ആ ഒരു കവറിങ് ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾ എടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴിവുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാവുന്നതാണ്. മൈദ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. സാധാരണ നമുക്ക് സമോസയൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഫില്ലിംഗ് വെക്കുക. നിങ്ങൾ എത്രത്തോളം വലിപ്പത്തിലാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഫില്ലിംഗ് വെക്കാനായിട്ട്. കൂടുതലായി പോകരുത്, എങ്കിൽ അതിൻ്റെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചേർത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കൈക്കുള്ളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മസാല പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരല്പം മാവ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ ഇതിപ്പോൾ ഞാനത് മസാല പുറത്ത് വന്നതുകൊണ്ട് അത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ വരാതെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് കൈക്കുള്ളിൽ വെച്ചൊന്ന് പരത്തി എടുത്താൽ മതിയാകും കേട്ടോ. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും ഇത്. അപ്പോൾ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചപ്പാത്തി പലകയൊന്നും എടുത്ത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ കൈക്കുള്ളിൽ വെച്ച് നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി മാവൊക്കെ ബാക്കി വന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ മസാല ദോശയ്ക്കൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഒക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം അത് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് മാവ് കുറഞ്ഞു പോയാലും നമുക്ക് ഫില്ലിങ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ അടിഭാഗത്ത് ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കും. അപ്പം ഇതേപോലെ കൈക്കുള്ളിൽ വെച്ചൊന്ന് പരത്തിയാൽ മാത്രം മതിയാകും. നല്ല ഷേപ്പ് കിട്ടാനായിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെയിം പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ കൂടുതലായിട്ട് ഒഴിച്ച് ഇത് വേണമെങ്കിൽ മുക്കി പൊരിക്കത്തക്ക രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരുള്ളൂ. അപ്പോൾ ഇത് കുഴിവുള്ള കടായി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇടുന്ന സമയത്ത് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് വശവും ഞാൻ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ.
അല്ലെങ്കിൽ ഇതുപോലുള്ള പാനും തവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ സൈഡിൽ അത് ഇരിക്കുകയും ചെയ്യും, അത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് ഒരുമിച്ച് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാനിവിടെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സ്നാക്സിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനിതിൽ പ്ലേലിസ്റ്റ് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.